പ്രവീൺ പ്രണവ്. ഒരുപാട് പേര് ചേട്ടാ വേറെ വീഡിയോസ് ചെയ്യുന്നില്ലേ, ഒരുപാട് കമൻറ്റുകൾ നിങ്ങൾ കണ്ടില്ലേ. അങ്ങനെ പേഴ്സണലി ഇൻബോക്സിൽ വന്ന് പറയുന്നവരോടാണ് പറയാനുള്ളത്, ഒരു ഇഷ്യൂ ഉണ്ടാകുന്ന സമയത്ത് ഒരാളുടെ പാസ്റ്റ്, അയാളുടെ കഴിഞ്ഞു പോയ ലൈഫിലെ കുറേ സമയങ്ങളിൽ ഉണ്ടായ ഇൻസിഡൻസ്, നല്ലതൊന്നും ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ ആരും കുത്തിപ്പൊക്കി കൊണ്ടുവരില്ലല്ലോ. ചിലർ വെയിറ്റ് ചെയ്യും. ഇപ്പോൾ നമ്മൾ തന്നെ നമ്മുടെ ലൈഫിൽ ആരോടെങ്കിലും എന്തെങ്കിലും ഒരു ഇഷ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ അവർ റിവഞ്ച് വെച്ച് കാത്തിരിക്കും, അല്ലെങ്കിൽ നമ്മളെ ഭാഗത്തുനിന്ന് പറ്റിയ തെറ്റായിരിക്കാം, അന്നത് സോൾവ് ചെയ്തിട്ടുണ്ടാവും, എന്നാലും നമ്മളോട് ദേഷ്യമുള്ളവരുണ്ടാവും, നമ്മൾ അറിയാതെ സംഭവിച്ച കാര്യങ്ങളുണ്ടാവും, അറിഞ്ഞ് സംഭവിച്ച കാര്യങ്ങളുണ്ടാവും. എന്താണെങ്കിലും ഒരു മേജർ ഇഷ്യൂ വരുന്ന സമയത്ത് നമ്മളെ ചുറ്റിപ്പറ്റി, നമ്മുടെ പാസ്റ്റിനെ ചുറ്റിപ്പറ്റിയുള്ള ചീത്ത കാര്യങ്ങളോ അല്ലെങ്കിൽ സംഭവിച്ച പൊട്ട സംഭവങ്ങളോ ഒക്കെ പുറത്ത് ചാടുക എന്നുള്ളത് ഒരു പ്രോസസ്സാണ്. അതാണ് ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫാമിലിയുടെ കാര്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ അച്ഛൻ്റെ കേസിലാണെങ്കിലും അനിയൻ്റെ കേസിലാണെങ്കിലും അമ്മേൻ്റെ കേസിലാണെന്നുണ്ടെങ്കിലും മകൻ്റെ കേസിലാണെന്നുണ്ടെങ്കിലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സ്കീം അതാണ്. അതുകൊണ്ടാണ് ഒരുപാട് കമൻറ്റുകളും കാര്യങ്ങളും അവരുടെ പാസ്റ്റിനെ കുറിച്ചൊക്കെ വരുന്നത്. അതൊക്കെ എടുത്തു വെച്ച് ഓഡിറ്റ് ചെയ്യാൻ എനിക്ക് പ്രത്യേകിച്ച് താല്പര്യമില്ല. ഓക്കെ, അത് ഒരുപാട് ചാനലിൽ വരുന്നുണ്ട്, താല്പര്യമുള്ളവരൊക്കെ അവിടെ കയറി കാണുക. അൾട്ടിമേറ്റ്ലി ഞാൻ ചെയ്ത ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ അതേ ചാനൽ തന്നെയാണ് ഞാനിപ്പോഴും നിൽക്കുന്നത്. ആ ലേഡി ഗർഭിണിയായിരുന്നു, നിറവയറും വെച്ചിരിക്കുകയായിരുന്നു. ആ ടൈമിൽ അങ്ങനൊരു അതിഭീകരമായിട്ടുള്ള ഒരു ആക്ട് അവിടെ നടക്കാൻ പാടില്ലാത്ത കാര്യമാണ്. ഇനി അതിൻ്റെ കാരണം എന്ത്, കാര്യങ്ങൾ എന്ത് എന്നുള്ളത് അവർ പറയുമ്പോൾ വന്നോട്ടെ. ഊഹാപോഹങ്ങളും കാര്യങ്ങളും വെച്ചിട്ട് എടുക്കാൻ അത് വേണ്ട എന്നുള്ളൊരു സ്റ്റാൻഡിൽ തന്നെയാണ് ഞാൻ പ്രത്യേകിച്ച് നിൽക്കുന്നത്. ഓക്കെ, ഇനി ഈ പറഞ്ഞ പോലെ അവർക്കത് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ. അവരാരും ഇത് സംസാരിക്കുന്നില്ല പബ്ലിക്കലി എന്നാണെങ്കിൽ ഇറ്റ്സ് ഗുഡ്. അല്ല, ഇനിയിപ്പോൾ ഏട്ടനിട്ട വീഡിയോയ്ക്ക് അനിയനൊരു റിപ്ലൈ അല്ലെങ്കിൽ അച്ഛനമ്മയ്ക്കൊരു റിപ്ലൈ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഫോർവേഡ് ചെയ്യാം, പ്രൊസീഡ് ചെയ്യാം. അതിലും ഒരു സോഷ്യൽ മീഡിയ ഓഡിറ്റിങ് എന്താണെങ്കിലും ഡെഫിനറ്റ്ലി നടക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. ഓക്കെ, ആൻഡ് ഈ പറഞ്ഞ ഇതിനെ ചുറ്റിപ്പറ്റി ഒരുപാട് വീഡിയോസ് ഞാനിപ്പോൾ അങ്ങനെ കണ്ടു, പ്രവീൺ പ്രണവിനെ ചുറ്റിപ്പറ്റിയിട്ട്. അപ്പോൾ അതിൽ മല്ലു ഫാമിലി, സുജിൻ ബ്രോൻ്റെ 1-2 വീഡിയോസ്, ഇന്നിട്ടതും ഇന്നിട്ടല്ലേ ഒക്കെ ആയിട്ടുള്ള കുറച്ച് വീഡിയോസ് ഉണ്ട്. അപ്പോൾ ഇന്നലെ ഇട്ട വീഡിയോനകത്ത് എനിക്കറിയാവുന്നത് ഞാൻ പറയാം. ഓക്കെ, അങ്ങനെ ഒരു വീഡിയോ ഉണ്ട്. ആൻഡ് നിങ്ങൾ എന്താണ് അവന് പറയാനുള്ളത് കേൾക്കാത്തത്, അനിയൻ്റെ തമ്മനയിലാണ് വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും നോക്കാം. അപ്പോൾ അതിൽ നിന്ന് തന്നെ എനിക്ക് ഒരു കാര്യം മനസ്സിലായി, അനിയൻ എന്തൊക്കെയോ പറയാനുണ്ട്. അനിയന് പറയാനുള്ളത് മേ ബി അത് എങ്ങനെ വരും എന്നുള്ളത് എനിക്കറിയില്ല. അനിയനായിട്ട് വരുമോ അതോ വേറെ ആരെങ്കിലും ത്രൂ വരുമോ എന്നുള്ളതൊന്നും ഒരു പിടുത്തമില്ല. എന്താണെങ്കിലും അനിയന് പറയാണ്ട് എന്നുള്ളത് ഏകദേശം കണ്ടപ്പോൾ മനസ്സിലായി. ഇനി മല്ലു ഫാമിലിയിലെ സുജിൻ ബ്രോ എന്താണ് പറയുന്നത് നോക്കാം. നിങ്ങളെല്ലാവരും ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ യൂട്യൂബിൽ വന്നിട്ട്, ഞാൻ ഇതിന് മുന്നേ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ യൂട്യൂബിൽ വന്നിട്ട് ഒരു 10 മിനിറ്റ് 20 മിനിറ്റ് നമ്മളൊരു വ്ളോഗ് ഇടും. ആ വ്ളോഗല്ല നമ്മുടെ ലൈഫ്. നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ ഒരു ദിവസം 24 മണിക്കൂറിൽ ഒരു 10 മിനിറ്റ് നമ്മളൊരു വീഡിയോ ഇട്ടു അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് വീഡിയോ ഇട്ടു എന്ന് വിചാരിച്ചിട്ട് കാണുന്ന ആളുകളെല്ലാം മറ്റേ അടിപൊളിയാണ്, അങ്ങനെയില്ല. കാരണം അവർക്കും ഇപ്പം ഈ ഒരു ഇതിൻ്റെ അടിയിൽ ഇനിയിപ്പോൾ തെറി കമൻറ്റ് ഇടുന്ന ആൾക്കാരാണെങ്കിലും നല്ല കമൻറ്റ് ഇടുന്ന ആൾക്കാരാണെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളെ പോലെ തന്നെ ദേഷ്യം, വാശി, അതുപോലെ തന്നെ പക, അല്ലെങ്കിൽ ദാരിദ്ര്യം, പൈസയ്ക്ക് ബുദ്ധിമുട്ടുകൾ, അങ്ങനെ എല്ലാ പ്രശ്നങ്ങളുള്ള ആൾക്കാർ തന്നെയാണ് ഞങ്ങളെല്ലാവരും. അതായത് ഇപ്പം ഞാനാണെന്നുണ്ടെങ്കിലും ഈ യൂട്യൂബേഴ്സ് എല്ലാവരാണെന്നുണ്ടെങ്കിലും ചില ആൾക്കാർക്ക് തെറ്റിദ്ധാരണ ഉണ്ട്, യൂട്യൂബിൽ വീഡിയോസ് ഇടുന്ന ആളുകൾക്കെല്ലാം കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് വരുമാനങ്ങളാണ് എന്നൊക്കെ, അങ്ങനത്തെ തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇത് യൂട്യൂബായിട്ട് പ്രവർത്തിച്ച് മുന്നേക്ക് പോകുന്ന ആൾക്കാർക്ക് കറക്റ്റായിട്ട് അറിയും ലക്ഷങ്ങൾ കിട്ടായിരുന്നില്ല. പക്ഷേ ചില ആൾക്കാർക്ക് 2 മില്യൺ 3 മില്യൺ സബ് ഉണ്ടായാൽ മതി, ലക്ഷങ്ങൾ വരുമാനമല്ലേ, അങ്ങനത്തെ ഒരു ചിന്തയൊക്കെ ഉണ്ട്. അങ്ങനെയൊന്നുമില്ല. പിന്നെ അതുപോലെ ഞാൻ പറഞ്ഞില്ലേ, എല്ലാവർക്കും എല്ലാവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാ കാര്യങ്ങളും ഉണ്ട്. പിന്നെ അവർ അത് ഇപ്പം എൻ്റെ വീഡിയോ ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, ഞാൻ അത് വീഡിയോയിൽ ഓരോരുത്തർ കമൻസ് കൂടുതലായിട്ട് ഇട്ടു, ഞാൻ ആ കമൻസിന് വല്ല മറുപടി പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, അത് എനിക്കോ അല്ലെങ്കിൽ വേറെ ആർക്കാണെങ്കിലും അത് പബ്ലിക്കിന്റെ മുന്നിൽ വന്ന് പറയാൻ താല്പര്യമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതായത് കമൻസിന് റിപ്ലൈ അത് കൊടുക്കണോ വേണ്ടേ എന്നുള്ളത് അൾട്ടിമേറ്റ്ലി നമ്മുടെ കയ്യിലാണ്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ കമൻസിന് റിപ്ലൈ കൊടുക്കുമ്പോൾ എന്തിനു കൊടുക്കണം എന്തിനു കൊടുക്കണ്ട എന്നുള്ളത് നമ്മളെ കയ്യിലാണ്. പിന്നെ കമൻസ് നോക്കണോ വേണ്ടേ അതും നമ്മളെ കയ്യിലാണ്. ഫാമിലി വ്ളോഗാണ്. ഓക്കെ, ഫാമിലി വ്ളോഗിൽ എന്ത് പറയണം പറയണ്ട എന്നുള്ളതൊക്കെ ഒരു ഫാമിലിയുടെ ഇഷ്ടമാണ്. ഐ റെസ്പെക്ട് ദാറ്റ്. അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ പറയാം.
ഫാമിലി വ്ളോഗാണെങ്കിലും യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന ഞാനടക്കമുള്ള ആരാണെങ്കിലും നമ്മൾ ഈ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെയൊക്കെ ഒരു കാര്യം സുജിൻ ബ്രോ പറയുന്നുണ്ട്. ആക്ച്വലി ഞാനടക്കം നമ്മളെല്ലാവരും യൂട്യൂബിലുള്ളവരെല്ലാവരും നമ്മൾ കാണിച്ചു കൊടുക്കുന്ന നമ്മളെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന നമ്മളുടെ യൂട്യൂബ് റവന്യൂ വന്നതിന് ശേഷമുള്ള ഒരു ചേഞ്ച് ഉണ്ട്, ഒരു ലൈഫിലുള്ള ഒരു മാറ്റം. ബിജുവിന് ആ മാറ്റം വന്നില്ല എന്ന് പറഞ്ഞിട്ടായിരുന്നു ഭയങ്കരമായിട്ട് കച്ചറ ഉണ്ടായിരുന്നു. അല്ലാത്ത പക്ഷം നമ്മൾ ആളുകളിലേക്ക് കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോൾ സുജിൻ ബ്രോൻ്റെ വീഡിയോയിലാണെങ്കിൽ തന്നെ ആ ആപ്പിൻ്റെ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് സ്വർണം വാങ്ങുന്നതും വണ്ടി വാങ്ങുന്നതും അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അല്ലാത്ത സമയത്ത് നിങ്ങൾ നമ്മുടെ ലൈഫിൽ നമുക്ക് യൂട്യൂബ് തുടങ്ങുന്നു, സോഷ്യൽ മീഡിയയിൽ നിന്ന് ഏർണിങ്സ് വരുന്നു, ലൈഫിൻ്റെ ആ ഒരു ആവറേജിൽ നിന്ന് എബോവ് ആവറേജിലേക്ക് നമ്മൾ പോകുന്നു. പ്രശ്നങ്ങൾ കാണും, പ്രശ്നങ്ങളില്ല, ബട്ട് നമ്മൾ പ്രേക്ഷകരെ കാണിക്കുന്നത് കൊണ്ടല്ലേ അവരങ്ങനെ വിചാരിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത് മെജോറിറ്റി യൂട്യൂബേഴ്സിനെ നിങ്ങൾ എടുക്കുക, ബില്യൺ സബ്സ്ക്രൈബേഴ്സോ ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബേഴ്സോ, ലക്ഷം മില്യനൊക്കെ ഒന്നെ എടുക്കുക, അങ്ങനത്തെ കുറേ സബ്സ്ക്രൈബർ കൗണ്ടും കൗണ്ടൊക്കെ ഉള്ള ആളുകളെ നിങ്ങൾ എടുത്തിട്ട് നോക്ക്. ആ സമയത്ത് നമ്മുടെയൊക്കെ ലിവിങ് സ്റ്റാൻഡേർഡ് കൂടി എന്ന് നമ്മൾ തന്നെയാണ് നമ്മളെ പ്രേക്ഷകരിലേക്ക് എത്തിച്ച് കാണിച്ചു കൊടുക്കുന്നത്. ബിക്കോസ് നമ്മൾ സെറ്റപ്പായി എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു അപ്പർ ക്ലാസ് ലിവിങ് ആണ് നമ്മൾ എന്നുള്ളത് നമ്മൾ തന്നെ എത്തിച്ചു കൊടുക്കുകയാണ്. വണ്ടി എടുത്തിട്ടാണെങ്കിലും ഡ്രസ്സിൽ തന്നെ മാറ്റം, ഗാഡ്ജറ്റ്സ് വാങ്ങുന്നു, ഒക്കെ നമ്മളായിട്ട് എത്തിച്ചു കൊടുക്കുകയാണ് ആളുകളിലേക്ക്. അപ്പോൾ അവരെന്താ വിചാരിക്കുക, അപ്പോൾ നമ്മൾ തെറ്റിദ്ധരിപ്പിക്കുകയാണോ അവരെ? അല്ലേ, നമുക്ക് കയ്യിൽ കിട്ടി, നമ്മൾ ആ കാശിന് വാങ്ങി എന്നുള്ളത് നമ്മൾ കാണിച്ചു കൊടുക്കുന്നു. പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മൾ പറയുന്നില്ല. അപ്പോൾ പ്രേക്ഷകരെ കംപ്ലീറ്റ്ലി തെറ്റു പറയാൻ പറ്റൂ? ഇല്ല. കാണുന്ന പ്രേക്ഷകർക്ക് ലൈഫ് സ്റ്റൈൽ വ്ളോഗ് അല്ലെങ്കിൽ ഫാമിലി വ്ളോഗ്, റിയാക്ഷൻ ചാനൽ, വാട്ടെവർ എന്താണെങ്കിലും ഇതിൻ്റെ ബാക്കിലുള്ള ആളുകളുടെ പേഴ്സണൽ ലൈഫ് അറിയാൻ താല്പര്യം കാണില്ലേ? ഡെഫിനറ്റ്ലി കാണും. അപ്പം അങ്ങനത്തെ ക്രൗഡുള്ള സ്ഥലത്തേക്ക് ഫാമിലി വ്ളോഗായിട്ട് ചെല്ലുമ്പോൾ ഞങ്ങൾ കാണിക്കുന്നത് റിയൽ ലൈഫാണ്, റിയാലിറ്റി അല്ല എന്ന് പറഞ്ഞ് ക്ലെയിം ചെയ്ത് ഇപ്പോഴല്ലേ എല്ലാവരും വീഡിയോസ് ചെയ്യാൻ തുടങ്ങി. ഇതുവരെ എന്തായിരുന്നു ഈ റിയാക്ഷൻ ചാനലുകളും പിന്നെ കുറേ കമൻറ്റ് ബോക്സിലെ ആളുകൾ കുറച്ചും കൂടി പ്രൊവോക്കിംഗ് ആയിട്ടുള്ള ടെൻഡൻസി, നിങ്ങളെവിടെ എന്ത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാനൊക്കെ തുടങ്ങി. കമൻറ്റ് ബോക്സിനൊരു ഇമ്പോർട്ടൻസ് വന്നപ്പോഴാണ്. പണ്ടൊന്നും എനിക്ക് തോന്നുന്നില്ല കമൻറ്റ് ബോക്സിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ആരെങ്കിലും കൊടുത്തിട്ടുണ്ടെന്നുള്ളത്. റിയാക്ഷൻ ചാനലുകളൊക്കെ വന്നതിന് ശേഷമാണ് ഈ പറഞ്ഞ കമൻറ്റ് ബോക്സിനൊരു ഇമ്പോർട്ടൻസ് വന്നിട്ടുള്ളത്. അപ്പം അങ്ങനത്തെ സാഹചര്യത്തിൽ കമൻറ്റ് ബോക്സിന് കൊടുക്കുന്ന ഒരു വാല്യൂ, നിങ്ങളിപ്പോൾ ഈ കമൻറ്റ് ബോക്സിനും നിങ്ങളുടെ പേഴ്സണൽ മെസ്സേജിൽ വന്നതിനൊക്കെ വാല്യൂ കൊടുത്തുകൊണ്ടാണ് നിങ്ങളും ഒരു റിയാക്ഷനായിട്ട് വന്നിട്ടുള്ളത്. പ്രവീൺ പ്രണവിൻ്റെ ഇഷ്യൂവിൽ അത് ലേറ്റർ ഓൺ നിങ്ങൾ വീഡിയോയിൽ പറയുന്നുണ്ട്. സോ നമ്മൾ ഫാമിലി വ്ളോഗായിട്ട് മുന്നോട്ട് പോകാൻ ഇപ്പോൾ തീരുമാനിച്ചു വെച്ചു. ഞാനും എൻ്റെ ഫാമിലിയും പോകാൻ തീരുമാനിച്ചു എന്ന് വിചാരിച്ചു. ഞാൻ എൻ്റെ വ്യൂവേഴ്സിനോട് പറയുന്നത് ഞങ്ങൾ നല്ലത് മാത്രമേ കാണിക്കൂ. എന്നാലും കാണിക്കുന്നത് എന്താ? സ്ക്രിപ്റ്റഡ് കോണ്ടൻ്റ് ആണെന്നുള്ളത് വിളിച്ച് പറയുമോ ആരെങ്കിലും? അല്ലെങ്കിൽ അത് പറയണം, ഞാൻ സ്ക്രിപ്റ്റഡ് കോണ്ടൻ്റ് ആണ്. ഇന്ന് രാവിലെ ഞാൻ സ്നേഹയുമായിട്ട് പോവുകയാണ്, ഊട്ടിയിൽ പോകുന്നു, ഇതൊരു സ്ക്രിപ്റ്റാണ്. ഞങ്ങൾ പോകുന്ന വഴിക്ക് ഭക്ഷണം കഴിക്കുന്നത് മുതൽ വണ്ടിയിൽ സംസാരിക്കുന്നതൊക്കെ സ്ക്രിപ്റ്റാന്ന് പറഞ്ഞ് അപ്പോൾ അത് ഫാമിലി വ്ളോഗ് പെടും. ഇത് കൺഫ്യൂഷൻ ആക്കരുത് ആളുകളെ. ഓക്കെ, പിന്നെ ആളുകൾ ഡിമാൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ അത് ഡിമാൻഡ് ചെയ്യും. കാരണം എന്താ പറയുക, നമ്മളെ സറൗണ്ടിങ്സിൽ നിന്നിട്ടാണ് വീഡിയോസ് എടുക്കുന്നത്. അതിലേക്ക് നമുക്ക് വരാം. പിന്നെ എന്തിനാ ആവശ്യമില്ലാണ്ട് മെസ്സേജ് അയച്ചിട്ടും ഞാൻ ആലോചിക്കുകയാണ് അവരെവിടെ കിടക്കണു. എനിക്ക് അവരായിട്ട് യാതൊരു കോണ്ടാക്ട് കാര്യങ്ങളൊന്നുമില്ല, എന്നിട്ട് പോലും കൂടി എന്തൊരു ഇൻട്രസ്റ്റ് ആണ് മെസ്സേജ് ചോദിക്കണം. എന്താണ് അവർ കാര്യം, എന്താ അതാണ് ഇതാണ് എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ സത്യം പറഞ്ഞ ഇന്നലെയാണ് ഒരു കൊല്ലം മുൻപ് ഞങ്ങൾ ഏത് സ്റ്റേജിലാണ് അപ്പൊ അവർക്ക് തന്നെ കുറെ നെഗറ്റീവ് എന്തൊക്കെ വരുന്നുണ്ട്. അങ്ങനെ നെഗറ്റീവ് ഒന്നും അടിക്കല്ലേ, അവർക്ക് അവരുടേതായിട്ടുള്ള വല്ല പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. സോഷ്യൽ മീഡിയയിൽ ഞാൻ നിൽക്കുന്നുണ്ട്. എനിക്ക് ഇത് വീഡിയോ ചെയ്യാൻ കാരണം അറിയോ, എനിക്ക് കുറെ കമന്റ്സും വന്നു, അതുപോലെ പിന്നെ തമ്പലൈന് കണ്ടു ഞാൻ. അതായത് സുജിൻ ബ്രോന്റെയും വൈഫിന്റെയും ആയ തന്നെ വന്നു, നമ്മുടെ അതേ സിറ്റുവേഷനിൽ തന്നെയാണ് അവരും ഇരിക്കുന്നത്. വൈ നോട്ട്? അത് ആളുകൾക്ക് കണക്റ്റ് ആയിട്ടാണ് ആളുകൾ നിങ്ങളോട് ചോദിക്കുന്നതെന്നുണ്ടെങ്കിലും ആ പെർസ്പെക്റ്റീവിൽ കൊടുക്കാമല്ലോ. അപ്പോൾ പല ആളുകൾക്കും അന്ന് മല്ലു ഫാമിലിക്ക് സംഭവിച്ചു തന്നെ, അതായത് മല്ലു ഫാമിലി നമുക്ക് വളരെ സന്തോഷത്തിൽ അടിച്ചു പൊളിച്ച് പോകുന്ന സമയത്താണ് പെട്ടെന്നൊരു ഇഷ്യൂ ആയിട്ട് അവർ വരുന്നത്. അതേപോലെ തന്നെ ആയാലും അപ്പോൾ ഇതും ഈ ഫാമിലി വ്ളോഗും എന്നുള്ളൊരു കമ്പാരിസൺ നാട്ടുകാർക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഈ പറയുന്ന സംസാരത്തോട് കൂടിയിട്ട് അത് സോളിഡിഫൈ ചെയ്യുന്ന രീതിയിലായി പോയില്ലേ അല്ലേ? ഇനി കമൻറ്റ് ബോക്സിൻ്റെ കാര്യമാണ് പറയുന്നുണ്ടെങ്കിലും അതും തന്നെ. അന്ന് വൈഫ് പോയപ്പോൾ വൈഫിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ ഇറങ്ങിയിരുന്നു ഇല്ലേ? ഞാൻ തന്നെ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു ഓട്ടോറിക്ഷക്കാരൻ ചേട്ടനൊക്കെ വീട്ടിൽ പോയി ഒളിച്ച് നോക്കി പോകുന്നിരുന്ന ഒരവസ്ഥയൊക്കെ.
അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞു വെച്ച ആ ഒരു പോയിന്റ്. നമ്മൾ നമ്മുടെ സറൗണ്ടിങ്സിൽ നിന്നിട്ടാണ്, ഗ്രൗണ്ടഡ് ആയിട്ട് നിന്നിട്ടാണ് നമ്മൾ വീഡിയോസ് ചെയ്യുന്നത്. ഞാൻ വീഡിയോ ചെയ്യുന്നത് മലപ്പുറം, എൻ്റെ വണ്ടി, എൻ്റെ ചുറ്റുപാട്, എൻ്റെ കാര്യങ്ങൾ. ഇപ്പോൾ വണ്ടി ചെയ്യുന്ന ലൈക്ക് വീഡിയോ ചെയ്യുന്ന സമയത്തൊക്കെ ഒപ്പം ആളുകൾ കാണും, ഫ്രണ്ട്സ് കാണും, ഇല്ലെങ്കിൽ പുറത്ത് ആളുകൾ കാണും, ഒക്കെ കാണും. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ ഇടപഴകുന്ന ആളുകളെല്ലാം റിയലാണ്, ആരും സ്ക്രിപ്റ്റഡോ ഫേക്കോ സിനിമയോ അല്ല. ഫൈൻ. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എന്നെ ഒരുപാട് പേർക്ക് അറിയാം. അപ്പോൾ എൻ്റെ കാര്യം ഡ്രോപ്പ് ചെയ്യും. ഫാമിലി വ്ളോഗേഴ്സ്, നിങ്ങൾ വീട്ടിലിരുന്ന് വീഡിയോസ് ചെയ്യുന്നു, പുറത്തു പോയിട്ട് ഫാമിലി ആയിട്ട് വീഡിയോസ് ചെയ്യുന്നു, നിങ്ങൾ ഒരുപാട് പേർക്ക് അറിയാം. നിങ്ങളെ കുടുംബക്കാർക്കും കൂട്ടക്കാർക്കും വീട്ടുകാർക്കും നാട്ടുകാർക്കും നിങ്ങളറിയാം. എന്താ പറ്റുക? നിങ്ങൾ ഭയങ്കര സന്തോഷത്തിൽ എല്ലാ വീഡിയോസും ചെയ്തു പോകുമ്പോൾ എവിടെയെങ്കിലും ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ വീട്ടിലൊരു മേജർ ഇഷ്യൂ ഉണ്ടായി എന്ന് വിചാരിച്ചോ, ഇത് കംപ്ലീറ്റ്ലി പൊത്തി വെച്ച് നടക്കാൻ പറ്റുമോ? പഴയ പോലെ അല്ല, എല്ലാവർക്കും മൊബൈലും സോഷ്യൽ മീഡിയ ഉണ്ട്. പ്രണവിൻ്റെ കേസിൽ തന്നെ ഞാൻ പറഞ്ഞു, ആദ്യം വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ ഫസ്റ്റ് വീഡിയോ ചെയ്തത്, ഇഫ് ഐ എം നോട്ട് റോങ്, ഞാൻ തന്നെ ചെയ്തത്. അന്ന് ഞാൻ പറയുന്നുണ്ട് അതിനകത്ത് വന്ന കമൻറ്റ്, ഇവരെ വീട്ടിൽ അടി നടന്നു എന്ന് ഒരാൾ കമൻറ്റ് ഇട്ടത്. ലേറ്റർ ഓൺ ഞാനുള്ള സോറിയും പറഞ്ഞു, അയാൾ പറഞ്ഞു അന്ന് ശരിയായിരുന്നു എന്നുള്ളത്. ഇതാണ് സീന്. നിങ്ങൾ ഫാമിലി വ്ളോഗേഴ്സാണ്, നിങ്ങൾ വീഡിയോ എടുക്കുന്നു, നിങ്ങളുടെ ഇഷ്യൂസ് എന്താണെങ്കിലും പുറത്ത് എങ്ങനെയല്ലോ നിങ്ങളുടെ കൂട്ടക്കാരോ കുടുംബക്കാരോ അല്ലെങ്കിൽ നൈബേഴ്സോ പറഞ്ഞിട്ട് അത് വരിയുടെ പുറത്ത്. അപ്പോൾ അത് കമൻറ്റ് ബോക്സിൽ അവർ ഇടും. ഫേക്ക് പ്രൊഫൈൽ ഉണ്ടാക്കിയിട്ടെങ്കിലും ഇടും, 10 ആൾ കാര്യം ഇടും. ആ ഇടുന്ന കമൻറ്റുകളുമായിട്ട് നിങ്ങളുടെ വീഡിയോയിലെ സിറ്റുവേഷൻ മാച്ച് ആയാൽ നിങ്ങളുടെ ഡെയിലി വ്യൂവേഴ്സ് ചോദിക്കും. പിന്നെ നിങ്ങളുടെ ബോഡി ലാംഗ്വേജ്, നിങ്ങളുടെ പ്രസൻറ്റേഷൻ, നിങ്ങളുടെ ഫേസ്, നിങ്ങളുടെ ആട്രിബ്യൂട്ട്സ്, മൈന്യൂട്ട് എക്സ്പ്രഷൻ അടക്കം പിടിക്കുന്ന അത്രയും മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഒരു വ്യൂവർഷിപ്പ് അല്ലേ ഇവിടെ ഉള്ളത്. ആൻഡ് ഫാമിലി വ്ളോഗേഴ്സ് ആണെങ്കിലും ബാക്കി ആരാണെങ്കിലും പേഴ്സണൽ ലൈഫ് എക്സ്പോസ്ഡ് ആക്കി കൊടുക്കുകയാണ് മോണിറ്റൈസ് ചെയ്ത് പൈസയ്ക്ക് വേണ്ടിയിട്ട്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ക്രൗഡിന് ഡിമാൻഡ് ചെയ്തൂടെ? അല്ലാതെ നമുക്ക് പോയി ചോദിക്കാൻ പറ്റുമോ? നിങ്ങൾ എന്തിനു വന്ന് ചോദിക്കുന്നു ഗൈസ് ഞങ്ങളോട്? നിങ്ങൾ എന്തിന് ഞങ്ങളോട് ഇതിന് ഉത്തരം പറയാൻ പറയുന്നു ഗൈസ്? നിങ്ങൾ അല്ലെങ്കിൽ പിന്നെ ഒന്നിനും ഉത്തരം കൊടുക്കരുത്. അല്ലെങ്കിൽ ഉത്തരം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കണം. ഇപ്പം ഈ പറഞ്ഞ പോലെ ആളുകൾ പറയുക, നിങ്ങളുടെ വീഡിയോ ഞങ്ങൾ കാണുന്നില്ല. ഇപ്പം എന്നോട് പലപ്പോഴായിട്ട് ചോദിച്ചിട്ടുണ്ട്, നിൻ്റെ വീഡിയോ ഞങ്ങൾ കാണുന്നില്ലടേ, മര്യാദയ്ക്ക് പറയണേ. ഇതവർ ഡിമാൻഡ് ചെയ്യും. ഡിമാൻഡ് ചെയ്യുന്നത് ഡെലിവർ ചെയ്യുന്നതും നമ്മൾ എന്തിനാ? അടുത്ത കോണ്ടന്റിന് വേണ്ടിയിട്ടല്ലേ. മനസ്സിലായോ? ഒരു സാധനം ഇപ്പോൾ ഈ പ്രണവിൻ്റെ തന്നെ കേസിൽ നിങ്ങൾ ആലോചിക്കുക. എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല അവർ മോണിറ്റൈസേഷൻ ഓഫാക്കി വെച്ചിട്ടാണ് ആ വീഡിയോ ഇട്ടത്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് ഒട്ടും തോന്നുന്നില്ല. പ്രണവിൻ്റെ ചാനലിൽ ഏട്ടൻ്റെ ആണെങ്കിലും അനിയൻ്റെ ആണെങ്കിലും വീഡിയോസൊക്കെ 40 lakhs 50 lakhs ഒക്കെ റീച്ച് പോയിട്ടുണ്ട്. മോണിറ്റൈസേഷൻ ഓൺ ആവുമോ അതിൻ്റെയൊക്കെ? അതും ഒരു മോണിറ്റൈസേഷൻ ഓൺ ആക്കി കഴിയുന്ന റവന്യൂ അല്ലേ വാങ്ങുന്നത്. സോ ദിസ് എൻഡ് ഓഫ് ദ ഡേ ഇതിൽ സംസാരിക്കുന്ന ഞാനാണെങ്കിലും വേറെ ആരാണെങ്കിലും ഇതിൽ വീഡിയോ ഇട്ട അവരുടെ പേഴ്സണൽ ഇഷ്യൂ അവർ പറഞ്ഞിടുകയാണെന്നുണ്ടെങ്കിലും ഇതൊരു മാതിരി രാഷ്ട്രീയക്കാരെ കളിയാണ്. മനസ്സിലായോ? മറ്റേതുണ്ടല്ലോ ദീപസ്തംഭം എനിക്കും കിട്ടാൻ പോകണം, ആ സ്കീമാണ് ഇതിനകത്ത് യൂട്യൂബിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ബേസിക്കലി എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കോണ്ടന്റ് ആക്കുന്നു, വിൽക്കുന്നു, പരസ്പരം പറയുന്നു, പോകുന്നു. മനസ്സിലായോ? ഇപ്പോൾ റിയാക്ഷൻ ചാനലുകളാണെങ്കിലും ട്രോൾ പേജുകളാണെന്നുണ്ടെങ്കിലും ഇതിലൊക്കെ നമ്മുടെ ഒരു കോണ്ടന്റ് ഓടണം എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. അയ്യോ എന്നെ കുറിച്ചൊരു ട്രോള് വരുന്നില്ല, അയ്യോ എന്നെ കുറിച്ചൊരു കോണ്ടന്റ് വരുന്നില്ല, ഒരു കോണ്ടന്റ് ഞാൻ കോൺട്രവേഴ്സി ഉണ്ടാക്കി കൊടുക്കട്ടെ എന്നാലും ലൈം ലൈറ്റിൽ നിൽക്കും. ദാറ്റ് ഈസ് ദ മൈൻഡ് സെറ്റ്. ദാറ്റ് ഈസ് എ ബിസിനസ് ഇൻ യൂട്യൂബ്. ദയവേത് അത് അറിയാതെ അല്ല അറിയില്ല എന്ന് ആരും ഇവിടെ പറയാൻ പാടില്ല. ഓക്കെ, ഒരാളും ഇവിടെ പറയാൻ പാടില്ല. എല്ലാവർക്കും ആ ഗെയിം അറിയാം. അത് അറിയുന്നതുകൊണ്ട് തന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തേത് കൊണ്ടും കൊടുത്തും യൂട്യൂബിനകത്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഫൈൻ. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ഇഷ്ടം പോലെ ഫാമിലി വ്ളോഗേഴ്സ് ഉണ്ട്. പക്ഷേ ഇതിലൊന്നും ഇല്ലാത്തൊരു പ്രശ്നങ്ങൾ ഞങ്ങൾക്കുണ്ട്. കാരണം ഞങ്ങൾ എന്ത് ചെയ്താലും വണ്ടി എടുത്താൽ ഫോൺ എടുത്താൽ ടൂറ് പോയാൽ നല്ല ഡ്രസ്സ് ഇട്ടാൽ മുടി ഒന്ന് ഇവരെന്തെങ്കിലും കാട്ടിയാൽ ഇപ്പം നാളെ അമ്മ ചുരിദാർ ഇട്ടേന് അതിൻ്റെ അടിയിൽ കമൻസ് കൊടുത്തന്നെ ഈ തള്ള ചുരിദാർ ഇടൽ തുടങ്ങിയോ, എന്താ ഈ കോലം കെട്ടണത്? അപ്പൊ എന്താണ് അവർക്ക് അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടായിരിക്കും. പിന്നെ അത് ഇപ്പൊ നിങ്ങൾ പറയും അത് അവര് സോഷ്യൽ മീഡിയക്ക് എടുത്തിട്ടല്ലേ, അതിന് കാരണക്കാരാണ് നിങ്ങൾ തന്നെ ആയിരിക്കും. കാരണം ഓരോ ദിവസം ഞങ്ങളിൽ അന്ന് വന്ന അതേപോലെ തന്നെ പൊന്നൂസ് എന്റെ കൂടെ കാണാതിരുന്നപ്പോ നിങ്ങൾ കുറെ പേര് എന്റെ അടുത്ത് ചോദിച്ചു, ഞാൻ അതിനുള്ള മറുപടി പറഞ്ഞു. സെയിം അതേപോലെ തന്നെ ആയിരിക്കാം. നമ്മള് ഫാമിലി വ്ളോഗേഴ്സ് ആണെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ലൈഫിൽ നടക്കുന്ന A to Z കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന് നിങ്ങൾ നിർബന്ധം പിടിക്കുന്നത് കൊണ്ടാണ് അവർക്ക് ഇതും എന്ന് പറയേണ്ടി വന്നത്. അങ്ങനെ പ്രവീൺ അങ്ങനെ വന്ന് പറഞ്ഞതുകൊണ്ടാണ് കൊച്ചുവിന് അവിടെ അങ്ങനെ റിയാക്ഷൻ വീഡിയോ ഇടേണ്ടി വന്നത്. അതേ തുടർന്നാണ് ഇപ്പൊ പ്രവീൺ പിന്നെ അങ്ങനത്തെ ഒരു ലൈഫിലെ കൂടുതൽ കാര്യങ്ങൾ ഇപ്പൊ പ്രവീണിന് പുറത്തേക്ക് കൊണ്ടുവരേണ്ടി വന്നത്. അപ്പൊ അത് കാരണം നിങ്ങളും കൂടിയാണ്. ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞില്ലേ, എന്ത് മറ്റേ
എല്ലാവർക്കും അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ എനിക്ക് ഇന്ന് ചിലപ്പോൾ ലക്ഷങ്ങളുടെ പ്രശ്നങ്ങളായിരിക്കും അന്ന്, പക്ഷെ കാണുന്ന ഒരാൾക്ക് എന്താ തോന്നുക, മാല, വണ്ടിന്റെ കയ്യിൽ ഐഫോണുകള്, മറ്റേ സ്റ്റോറികള്, ഒരാളെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയോ അല്ലെങ്കിൽ അതൊന്നും കണ്ടിട്ട് ഒരാളെ വിലയിരുത്താൻ നിൽക്കരുത് ഗൈസ്. കാരണം നമുക്ക് നമ്മളുടേതായിട്ടുള്ള ആയിരക്കണക്കിന് പ്രശ്നങ്ങളും ഇതുണ്ട്. ഞങ്ങളെ ടൈമിൽ ഹാപ്പി ആയിട്ട് ഞങ്ങൾ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ ഞങ്ങളെ പിന്നിൽ ഒരുപാട് ഞങ്ങൾക്ക് വിഷമങ്ങളുണ്ട്? അതന്നെ. പക്ഷെ അതിന്റെ ഇടയിൽ നിങ്ങൾ കുറെ ആൾക്കാർ ഇപ്പോഴും വിചാരം നമ്മളത് ക്രിയേറ്റ് ചെയ്തതാണ്, അതാണ് ഇതാണെന്നൊക്കെയാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ. നിങ്ങൾ ആരും മറ്റുള്ളവരുടെ ജീവിതത്തിൽ കയറി ഇതാക്കാതിരിക്കുക. നിങ്ങൾക്ക് എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് ഓരോരുത്തർ വീഡിയോ, നമ്മുടെ കേരളത്തിലെ എല്ലാവരും യൂട്യൂബ് ഉപയോഗിക്കുന്നത് പേയ്മെന്റ് ഉണ്ടാക്കാനാണ്. അപ്പൊ അവര് കണ്ടന്റ് ആയിട്ട് എല്ലാവരും, ഇപ്പൊ ഞാനാണെങ്കിലും വേറെ ഇനിയിപ്പോൾ ആരും പേര്, എല്ലാവരും കണ്ടന്റ് ഇടണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാണാം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് അതിന്റെ ഇടയിൽ കമന്റ് ചെയ്യാം. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നത് അവർക്ക് ആ പ്രശ്നങ്ങൾ വന്ന് പറയാൻ താല്പര്യം ഉണ്ടായിട്ടായിരിക്കും. പക്ഷെ നിങ്ങളുടെ കമന്റ്സും അവരെ പറയിപ്പിക്കുകയാണത്. കാരണം പലതരത്തിലുള്ള കമന്റ്സ്, ഇപ്പൊ നിങ്ങൾക്ക് അറിയാം മൃദുലിപ്പോ പ്രഗ്നന്റ് ഡെലിവറി കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പൊ ചില കമന്റ്സ് കാണുമ്പോൾ അവർക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അതുകൊണ്ടാണ് ആ കമന്റ്സിൽ നിന്ന് റിക്കവർ ആവാൻ വേണ്ടിയിട്ടാണ് അവർ എക്സ്പ്രഷൻ കൊടുത്തത്. ഞാനൊരു കാര്യം പറയാം, നമ്മുടെ വ്യൂവർഷിപ്പിന്റെ അടിസ്ഥാനത്തിലാണ്, സബ്സ്ക്രൈബേഴ്സ് കൗണ്ടും അല്ല കേട്ടോ, നമ്മളെ വ്യൂവർഷിപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് കാശ് കിട്ടുന്നത്. യൂട്യൂബിൽ ഓരോരുത്തർക്കും വ്യൂവിനനുസരിച്ച് നമുക്ക് കാശ് കിട്ടും, ഇൻട്രാക്ഷൻ അനുസരിച്ച് കാശ് കിട്ടും. ഈ ഇൻട്രാക്ഷൻ എവിടെയാണ് നടക്കുന്നത്? കമൻറ്റ് ബോക്സിനകത്ത്. സോ കമൻറ്റ് ബോക്സ് ഇൻട്രാക്ട് ചെയ്യുന്ന രീതിയിൽ കോണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള മെത്തേഡ് എല്ലാവരും ഉപയോഗിക്കുന്ന പരിപാടി. അതിന് വേണ്ടിയിട്ടാണ് മിസ്ലീഡിങ് തംബ്നെയിലടക്കം, ദോ അവൾ പോയത് കണ്ടു, ഇതാ അവൻ ചെയ്തത് കണ്ടു, ഭാര്യ എന്നോട് ചെയ്തത്, ഭർത്താവ് എന്നോട് കാണിച്ചത്, അല്ലേ? മിസ്ലീഡിങ് തംബ്നെയിലുകൾ എന്തിനാ? മിസ്ലീഡിങ് ആയിട്ടുള്ള ടൈറ്റിലുകൾ എന്തിനാ? എല്ലാം ക്ലിക്ക് ബൈറ്റിനാണ്. ഓക്കെ, ഈ ക്ലിക്ക് ബൈറ്റ് കൊടുത്തിട്ടാണ് വ്യൂവേഴ്സിനെ പറ്റിച്ച് നമ്മളെങ്ങോട്ട് വീഡിയോയിലേക്ക് കൊണ്ടുവരുന്നത്. നമ്മളെന്ന് പറയുന്നത് ഞാനേ ചെയ്തിട്ടില്ല, ചെയ്യുന്നവരൊക്കെ എന്തിനാ ചെയ്യണേ? അതായത് ആളുകളെ ക്ലിക്ക് ബൈറ്റിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്ത് മീൻ പിടിക്കാൻ അതിൽ ഇരട്ട കൊടുത്തിട്ടാണ് തമ്മിലും ടൈറ്റിലും ഇട്ടിട്ട് ആളുകളെ വീഡിയോയിൽ കൊണ്ടുവരുന്നത്. ഈ വീഡിയോ കാണാൻ വേണ്ടി വന്ന ആളുകൾ വന്നിട്ട് അവർ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ അവർക്ക് ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അവർ ഡെഫിനറ്റ്ലി കമൻറ്റ് ബോക്സിൽ ഇട്ടിട്ട് പോകും. അങ്ങനെ വന്ന് കണ്ട് നമുക്ക് പൈസ കിട്ടുമ്പോൾ അവരോട് പോയിട്ട് അട്രോഷ്യസ് കമൻറ്റ്, ഇപ്പം ഞാനൊക്കെ കമൻറ്റുകൾ എടുത്ത് വെച്ച് പറയാറുണ്ട്, അത് തെമ്മാടിത്തരം തെണ്ടിത്തരം പറയുമ്പോഴാണ്, അല്ലെങ്കിൽ ഒരു കാരണമില്ലാതെ ഒരാളുടെ പേഴ്സണൽ ലൈഫിലേക്ക് കയറി ചെല്ലുമ്പോഴാണ്. ഇവിടെ ഒരു കാരണമില്ലാതെ ഒരു പേഴ്സണൽ ലൈഫിലേക്ക് ഇടിച്ച് കയറി ചെന്നെന്നുള്ളതാണ് എനിക്ക് ആദ്യത്തെ സ്റ്റേജിൽ അങ്ങനെയായിരുന്നു. അതായത് ഇവരെ ഹോസ്പിറ്റൽ കാര്യം പറഞ്ഞപ്പോൾ പ്രവീൺ പ്രണവിൻ്റെ ലൈഫിലേക്ക് ഇടിച്ച് കയറി ചെന്നത് അനാവശ്യമാണ്. ഇപ്പോൾ ഈ പറഞ്ഞ മല്ലു ഫാമിലിയുടെ സുജിൻ ബ്രോൻ്റെ അമ്മ മാല ഇടുമ്പോഴും ഡ്രസ്സ് ഇടുമ്പോഴും അതൊക്കെ അനാവശ്യമാണ്. അനാവശ്യമായിട്ടുള്ള ഇൻട്രൂഡിങ് ആണ് അവിടെ നടക്കുന്നത്. പക്ഷെ അതല്ലാതെ ഇപ്പം എന്തുകൊണ്ട് കമൻറ്റ് ബോക്സ് അവിടെ പോസിറ്റീവ് ഇവിടെ നെഗറ്റീവ് അവിടെ പോസിറ്റീവ് എന്ന് ഇങ്ങനെ ബോൾ തട്ടണ മതി, തട്ടാനുള്ള സീൻ എന്താ ഉണ്ടായേ? അവിടുന്നും പറയുന്നു ഇവിടുന്നും പറയുന്നു, അവിടെ പ്രൂഫ് വയ്ക്കുന്നു ഇവിടെ അടുത്തത് പറയുന്നു. മനസ്സിലായോ? അപ്പം എൻഗേജ്മെൻ്റ്, ആളുകൾ എൻഗേജ്ഡ് ആവും ഓട്ടോമാറ്റിക്കലി. ഒരു നാട്ടിൽ നല്ലോ കച്ചവടം ഉണ്ടായി കഴിഞ്ഞാൽ രണ്ട് ചേരി തിരിഞ്ഞ ആൾക്കാർ നിൽക്കില്ലേ? സെയിം, അവിടെ നിന്ന് ഇങ്ങോട്ടും ചാടും ഇവിടെ അങ്ങോട്ടും ചാടും. ഇപ്പോൾ അത് സോഷ്യൽ മീഡിയയിൽ നടക്കണു, ഫാമിലി വ്ളോഗിൻ്റെ അടിയിൽ നടക്കണു എന്നുള്ളത് മാത്രമാണ് റിയാലിറ്റി. ഇന്നലെ പ്രവീണ് വീഡിയോ ഇട്ടു. അതായത് ഇന്നലത്തെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ശരിക്കും ഫീൽ ആയിരുന്നു. അത് കണ്ടിട്ട് ഞാൻ ഇന്നലെ നൈറ്റ് ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, ബ്രോ ഓക്കെ അല്ലേ എന്ന് ചോദിച്ചു. എന്നെ അറിയാമായിരുന്നു വിളിച്ചപ്പോൾ തന്നെ. അപ്പോൾ ഓക്കെ അല്ലേ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബ്രോ ഓക്കെ, അത് വീഡിയോ പ്രശ്നമില്ല. പ്രവീണിന്റെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ഇതായി. കാരണം അടിച്ചു ഇതൊക്കെ പറഞ്ഞപ്പോൾ എനിക്കും ഭയങ്കര ഇതായിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർ ഓപ്പോസിറ്റ് ആൾ നിൽക്കുന്നുണ്ട്, അവർക്ക് എന്താ പറയാനുള്ളതെന്ന് നിങ്ങൾ ആരും കേട്ടിട്ടില്ല, ഞാനും കേട്ടിട്ടില്ല. പക്ഷെ ഞാൻ പറയുകയാണ്, ഇതിൽ കയറിയിട്ട് ഇടപെടുക, എനിക്കിതിൽ കയറി സംസാരിക്കാനും വലിയ ഇൻട്രസ്റ്റ് ആയിട്ടൊന്നുമല്ല. എന്റെ വീഡിയോന്റെ അടിയിൽ കമന്റ്സ് വന്നത് കൊണ്ടാണ് ഞാൻ ഇതിൽ സംസാരിച്ചത്. സുജിൻ ബ്രോ പറഞ്ഞതിനുള്ള ചോദിച്ചൊരു ചോദ്യമുണ്ട്, അതിന്റെ ഉത്തരം സുജിൻ ബ്രോ തന്നെ പറയുന്നുണ്ട്. എന്തുകൊണ്ട് ബാക്കിയുള്ളവർ ഇതിൽ സംസാരിക്കുന്നു, റിയാക്ഷൻ ചാനലുകൾ അടക്കം എന്തുകൊണ്ട് ഇതെടുത്ത് കോണ്ടന്റ് ആക്കുന്നു? കാരണം എല്ലാവർക്കും മെസ്സേജ് പോകുന്നുണ്ട്, എല്ലാവർക്കും കമന്റ് പോകുന്നുണ്ട്. സോ അതുകൊണ്ട് അവരിത് കോണ്ടന്റ് ആക്കുന്നു. സിമ്പിളാണ്. ഇതൊറ്റ എക്സാമ്പിൾ അതിനുള്ളൂ. ഞാനൊരു അഭിപ്രായം പറയാണ്. ഇന്നലത്തെ വീഡിയോ കണ്ടപ്പോൾ പ്രവീൺ ബ്രോന്റെ കൂടെ തന്നെയാണ് ഞാനും. കാരണം എനിക്കും അത് അങ്ങനെ തോന്നി, കാരണം വീഡിയോ തെളിവ് സഹിതട്ടപ്പോൾ. പക്ഷെ അവർക്ക് പറയാനുള്ളൂ കേൾക്കണം. നിങ്ങൾ അത് കേൾക്കുന്നതിന് മുന്നേ എന്തിനാണ് അവിടെ പോയിട്ട് തെറി വിളിക്കുന്നത്? ഞാൻ അവർ ഇതുവരെയ്ക്ക് വീഡിയോ ഇട്ടിട്ടില്ല. നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടായിരിക്കും. ഇന്ന് വൈകുന്നേരത്തെ 7 മണി തൊട്ടായിരിക്കും. ഇതാണ് ആളുകൾ.
മനസ്സിലായോ? ഇതാണ് കാരണം വീഡിയോ കാണുന്ന ഓരോ ആൾക്കാരും എന്താണോ അപ്പൊ കാണുന്നത് അവനാണ് തെറി വിളിച്ചോണ്ട് പോവുക, അത്രേ ഉള്ളൂ. അല്ലാണ്ട് അതുകൊണ്ട് അവിടെ അങ്ങനെ ഞാൻ പോലും കൂടി ഒരു വീടിൻ്റെ ഇടയിൽ നെഗറ്റീവ്. കാരണം ഞാൻ ഇന്നലെ അടക്കം ഇതേപോലെ എൻ്റെ കൂടുതൽ കുറേ ആൾക്കാർ പറഞ്ഞിടത്തോടെ അങ്ങനെ ആ ഫാമിലി എന്തോ പ്രശ്നമുണ്ട് അതുകൊണ്ട് അപ്പൊ ഞങ്ങളെല്ലാവരും മറ്റേ പറഞ്ഞ കാര്യം എന്താ അറിയോ, അവർക്കും പറയാൻ എന്തേലും ഉണ്ടായിരിക്കില്ലേ, അവർ വീഡിയോ വരട്ടെ, കണ്ടിട്ട് നമുക്ക് നോക്കി നോക്കാം. അതായത് ഇവിടെ ഇപ്പോൾ സുജിൻ ബ്രോ പറഞ്ഞൊരു കാര്യമുണ്ട്, അതർ സൈഡ് വരട്ടെ, വരുമ്പോൾ അതിനെക്കുറിച്ചിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം, വിഷയമുള്ള കാര്യമല്ല. പക്ഷേ ഈ അതർ സൈഡ് വരുമ്പോൾ വീണ്ടും ഇത് എസ്കലേറ്റ് ആവും. ഓക്കെ, പിന്നെ ഇതിൽ സംസാരിക്കുന്ന വിഷയത്തിൽ ഇത് അതർ സൈഡ് കേൾക്കാനോ അല്ലാന്നുണ്ടെങ്കിൽ ഇവരുടെ ഇതൊന്നും അല്ല. ഇൻവോൾവ്മെൻറ്റ് ശരിക്കും ചെയ്യേണ്ടത് എവിടെ? ആ ഗർഭിണിയായ പെൺകുട്ടിയെ വെച്ചുകൊണ്ട് ആ വീട്ടിനകത്ത് നടന്ന അടിയിടി പരിപാടികൾ. ഓക്കെ, അത് ചിലപ്പോൾ ഏട്ടൻ അനിയൻ അടിച്ചതായിരിക്കാം, അനിയനും അച്ഛനും കൂടി ഏട്ടൻ അടിച്ചതായിരിക്കാം, അമ്മ കണ്ടു നിന്നിട്ടുണ്ടാവും, ഭാര്യ അതിനിടയിൽ കയറി പിടിച്ചു മാറ്റാൻ തന്നപ്പോൾ വീണ് തല്ലി കിട്ടിയിട്ടുണ്ടാവും. സീൻ ഇത്രയേ ഉള്ളൂ. ഇവിടെ ആരുടെയും എക്സ്പ്ലനേഷനോ അല്ലെങ്കിൽ ആരുടെയും ഇതില്ല. എനിക്ക് പേഴ്സണലി ഇതിനകത്ത് വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും 2, 3, 4 ദിവസം പ്രസവിക്കാൻ ബാക്കിയുള്ള ഒരു ലേഡി വീട്ടിൽ നിൽക്കുമ്പോൾ അതിനെ വെച്ചുകൊണ്ട് അതിന് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റില്ല. മനസ്സിലായോ? ഇനി പ്രൊവോക്കിംഗ് ആയിട്ട് ആ ഭാര്യയുടെ ഭാഗത്തുനിന്ന് ആ ഫാമിലിക്കെതിരെ എന്തെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ പോലും നിറവയറ് ഗർഭിണിയായിട്ടുള്ള ആ ലേഡിയെ റെസ്പെക്റ്റ് ചെയ്യുക എന്നുള്ള ഒരു ബേസിക് സാധനം ആ വീട്ടിലെ അച്ഛനും അമ്മയും അനിയനും ഏട്ടനും ഒക്കെ ചെയ്യേണ്ടതാണ്. അവരുടെ കരച്ചിലും അവരുടെ പെയിനും നമ്മൾ കണ്ടതല്ലേ. ഇത്രയേ ചോദിക്കുന്നുള്ളൂ. അവരെ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് സേഫാക്കി നിർത്തിയിട്ട് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചിട്ട് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്ന അവസ്ഥ എന്തായിരിക്കുന്ന അവസ്ഥ കേരളത്തിൽ? ഇതിലും മോശമായ അവസ്ഥയിൽ അവർ പോവില്ലേ? മനസ്സിലായോ? അതാണ് ബേസിക് എൻ്റെ ചോദ്യം. ഞാൻ ആസ് എ പേഴ്സൺ ചോദിക്കുന്നു, അതെന്തിനായിരുന്നു? വൈ? അത് ചെയ്യേണ്ടിയിരുന്നു? അത് ചെയ്തത് മോശവും ചെറ്റത്തരവും അല്ലേ? അത്രയേ ഉള്ളൂ. ബാക്കിയുള്ളവർക്ക് ഇനി വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ആയിരിക്കും. എൻ്റെ ക്വസ്റ്റ്യൻ സ്റ്റിൽ റിമൈൻസ് ദെയർ. ആ ലേഡിയെ വെച്ചുകൊണ്ട് എന്നിട്ടത് വീഡിയോ ആക്കി വരുമ്പോഴാണ് നമുക്ക് അതിൻ്റെ തീവ്രത മനസ്സിലായത്. മനസ്സിലായോ? അതിൽ ഇനി എന്തൊക്കെ എക്സ്പ്ലനേഷൻ അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും കാര്യമില്ല. ജസ്റ്റ് എസ്കേപ്പാണ് അവർ. മനസ്സിലായോ? അതൊരു എക്സാമ്പിൾ അല്ല നാട്ടുകാരുടെ മുന്നിൽ. അതൊരു എക്സാമ്പിൾ അല്ല. അവരിപ്പോഴും കേസ് കൊടുക്കാത്തത് അടക്കം ഒരു പെർഫെക്റ്റ് എക്സാമ്പിളായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഫാമിലി വ്ളോഗേഴ്സായ പ്രത്യേകിച്ച് ഇവരെയൊക്കെ ഫോളോ ചെയ്യുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അവരുടെ മുന്നിൽ എന്താ, അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും അടി കിട്ടിയ അല്ലെങ്കിൽ ഇത്രയും ഗർഭിണിയായ ഒരു സ്ത്രീക്ക് ഇത്രത്തോളം ഇഷ്യൂ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടും അത് അച്ഛനമ്മയിൽ അതൊരു എക്സാമ്പിളായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റില്ല, പാടില്ല. ഓക്കെ, ഇപ്പം എന്താണ് പിന്നെ ഇതിൽ പറഞ്ഞു വെച്ചൊരു കാര്യമുണ്ട്. ഈ 7 മണി സ്കീം പറഞ്ഞ് വിഴുങ്ങിയിട്ടുണ്ട് സുജിൻ ബ്രോ. ഇപ്പം എനിക്ക് അറിയാൻ പാടില്ല ഇനി അനിയൻ്റെ എക്സ്പ്ലനേഷൻ ഏതോ 7 മണിക്ക്, ഇനി ഇന്നാണോ നാളെ 7 മണിക്ക്, ഇന്നെന്തായാലും വന്നിട്ടുണ്ടെങ്കിൽ നാളെ വരുമെന്ന് നമുക്ക് അറിയാൻ പാടില്ല. അതെന്തോ ഇനി അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ്റെ മുകളിൽ വന്നായിരിക്കും, പറയാൻ പറ്റില്ല. കാരണം ചിലപ്പോൾ വിളിച്ച് സംസാരിച്ചതാണ്. വാട്ട് എവർ ഇറ്റ് ഈസ്, ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. നടന്നു. ഇനി എക്സ്പ്ലനേഷൻ കാര്യങ്ങൾ വരാനുള്ള ഹൈ ചാൻസസ് ഞാൻ കാണുന്നുണ്ട്. ഈ പാസ്റ്റിലേക്ക് അധികം പോകാതിരിക്കുക. പാസ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ എനിക്കും നിങ്ങൾക്കും നാട്ടിലും ഒക്കെ കുറേ പാസ്റ്റ് കാണും. ഇവിടെ പ്രസൻറ്റ് സംസാരിക്കുക, പ്രസൻറ്റിൽ എന്താ വിഷയം നോക്കുക, മാക്സിമം ഇത് സോർട്ട് ഔട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ പോട്ടെ എന്ന് വിചാരിക്കുക.